ഡോജി എന്ന ബ്രാൻഡിൻ്റെ ഡോജി വിമാക്സ് എസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോജി വിമാക്സ് എസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. 22,000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സാധാരണ 5,000 mAh ബാറ്ററിയും 6,000 mAh ബാറ്ററിയൊക്കെയാണ് കാണാറ്. പക്ഷേ ഇതിൽ 22,000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ IP68 69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ഒക്കെയാണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഫോണിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ടോട്ടലായിട്ട് 24GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ ഡ്യുവൽ ക്യാമ്പിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 2 വലിയ ഫ്ലാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് ഇതിൽ നിന്ന് വരുന്നതായിരിക്കും. 1200 ലൂമൻ്റെ ലൈറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 108 MP മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ 20 MP ഒരു നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നൈറ്റ് വിഷൻ ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 MP സെപ്പറേറ്റ് ഒരു സെൻസറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ NFC സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 36,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് പറയേണ്ടി വരും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇതിൽ വരുന്നത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം LCD പാനൽ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. അത് മാത്രമല്ല വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല ഇതിൽ വരുന്നത്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 536 ഗ്രാമാണ്. അപ്പം വെയിറ്റും അത്യാവശ്യം നല്ലോണം കൂടുതലാണ്. സാധാരണ ഒരു ഫോണിനേക്കാളൊക്കെ 3 ഇരട്ടി വെയിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യവും. 26.3 mm തിക്നെസ് വരുന്നുണ്ട്. തിക്നെസ്സും സാധാരണക്കാളൊക്കെ 3 ഇരട്ടി കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, 22,000 mAh ബാറ്ററി ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വെയിറ്റും തിക്നെസ്സൊക്കെ കൂടുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോംപ്രമൈസാണ് വെയിറ്റും തിക്നെസ്സും എന്നുള്ള കാര്യം. പിന്നെ റഗഡ് ഫോൺസ് പൊതുവേ അങ്ങനെയാണ്, അത്യാവശ്യം വെയിറ്റും തിക്നെസ്സും കൂടിയ ഫോണുകൾ തന്നെ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $429.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 36,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറോ ഡിസ്പ്ലേ ഒന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും കൂടുതലുമാണ്. അപ്പോൾ ചില പോസിറ്റീവ്സ് വരുമ്പോൾ ചില നെഗറ്റീവ്സും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. കാരണം എനിക്ക് മെയിനായിട്ട് വേണ്ട ഡിസ്പ്ലേയുടെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ഇതിൽ കോംപ്രമൈസ് വരുന്നുണ്ട്. പിന്നെ വെയിറ്റും തിക്നെസ്സും കൂടുതലുമാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.